ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതാ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ എണീറ്റു, ചായയൊക്കെ കുടിച്ചു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചോറൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുക ഞങ്ങളെല്ലാവരും കൂടെ ഒരു പ്ലാൻ ഇട്ടു കേട്ടോ. നമ്മളന്ന് സാൻഡ് ബാങ്ക്സ് വരെ പോകാമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സാൻഡ് ബാങ്ക്സ് ബീച്ചിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഇതാ പെട്ടെന്ന് പിള്ളേരൊക്കെ ഒരുക്കി. നമ്മൾ ബാലൂസിന് നല്ല ഉറക്കമായിരുന്നു, ആ സമയത്ത് അവളെ ഒരുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇതെല്ലാവരും കൂടെ സാൻഡ് ബാങ്ക്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചീൻ്റെ ഹസ്ബൻഡ്, ചേച്ചി പിള്ളേർ, ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത് ഞങ്ങൾ വടകര എത്തി. കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് റെയിൽവേ സ്റ്റേഷൻ എടുത്തെത്തിയപ്പോൾ നമ്മളെ ട്രെയിൻ പോകാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അവിടെ ഡിലേ ആയി. നമ്മളിപ്പോൾ നിൽക്കുന്നത് വടകരയാണ് കേട്ടോ. വടകര റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. അവിടുന്ന് കുറച്ചല്ലേ നമ്മുടെ സാൻഡ് ബാങ്ക്സിലോട്ട്. ഇവിടെ വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും വരണം. അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ഏകദേശം കുറച്ച് വൈകി എത്തുമ്പം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ചെന്നപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചു. നമ്മൾ പാലൂസ് ആദ്യമായിട്ടാണ് ബീച്ചിൽ വരുന്നത്. അവിടെ ആൾ ഭയങ്കര ഹാപ്പി. കനിയാണെങ്കിൽ വെള്ളത്തിലിറങ്ങിയേ മതിയാവുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി ഒരുപാട് നേരം കളിച്ചു കേട്ടോ. ഏകദേശം കുറേ സമയം തന്നെ കളിച്ചു. അവളും ഞാനും കൂടെ. അവൾ വളരെ ഇൻട്രസ്റ്റഡ് ആണ് എല്ലാത്തിനും. അതുകൊണ്ട് തന്നെ അവളുടെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടം. എനിക്ക് എല്ലാത്തിനും നിന്ന് കൊടുക്കും. അവൾക്ക് മതിയാവളവും കളിച്ച് അവളുടെ കൂടെ നിന്ന് സോ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് തന്നെ. കനീനെ ഒരുവിധം കളിയൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മളത് ആ പാലൂസിനെയും കൂടെ എടുത്ത് അങ്ങോട്ടേക്ക് നടന്നു. ബാക്കി എല്ലാവരും ഇവിടെ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ് കേട്ടോ. ആർക്കും നനയാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഇതെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്, ഹായ് പറയുന്നുണ്ട്. അവർ ഹാപ്പിയാണ്. കനിയുണ്ട്, ഉണ്ണിയുണ്ട്, എല്ലാവരും ഉണ്ട്. അവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ വെള്ളത്തിലിറങ്ങാൻ കഴിഞ്ഞത്. പാല് നമ്മുടെ അച്ഛൻ്റെ പൊന്നുമോളാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എങ്ങോട്ടും പോവില്ല. അച്ഛ വിളിച്ചുകൊണ്ടേയിരിക്കും. അച്ഛൻ്റെ അടുത്ത് നിന്ന് കളിയൊക്കെ കഴിഞ്ഞത് നമ്മുടെ പാലൂസ് ഉണ്ണീൻ്റെ കനീൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഉണ്ണിയാണെങ്കിൽ അവളെ നിലത്തും വെക്കില്ല, താഴത്തും വെക്കില്ല, അതേപോലെ കൊണ്ടടക്കും. പിന്നെ ഇതാണ് നമ്മുടെ സാൻഡ് ബാങ്ക്സിലെ നൈറ്റ് വൈബ്. ഞങ്ങൾ ഏകദേശം വൈകിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നൈറ്റ് വൈബ് എടുക്കാൻ പറ്റി. ഏകദേശം ഒരു നല്ല ഇരുടാവാറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സാൻഡ് ബാങ്ക്സിൽ പകൽ വരുന്നതിനേക്കാളും നല്ലത് ഈ ഒരു സമയത്ത് വരുന്നതാണ്. ഒരുപാട് സമയം ഇരിക്കാം, നമുക്ക് സ്പെൻഡ് ചെയ്യാനും സമയം കിട്ടും, നൈറ്റ് വൈബും കാണാം. എല്ലാ മനോഹരമായ കാഴ്ചകളും ഈ ഒരു സമയത്ത് നമുക്ക് കാണാം കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ട് നമുക്ക് ടൈം പോകുന്നതേ അറിയില്ല. കുറേ ടൈപ്പ് കുഞ്ഞു പിള്ളേരെല്ലാം കൊണ്ട് അവരുടെ കളികളൊക്കെ കണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ സാൻഡ് ബാങ്ക്സിൻ്റെ ഉൾഭാഗം. ഇവിടെ 10 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനുള്ളിൽ കയറാം. ഇതിനുള്ളിൽ ടീ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. പിന്നെ എന്താ പറയുക, പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിളാണ്. അടിപൊളിയാണ് കേട്ടോ. വേറെ ആരും ഇതിനുള്ളിൽ കയറിയില്ല, അവർ പുറത്തിരുന്നു. പിന്നെ ഞാനും കനി അതിനുള്ളിലൊക്കെ കയറി വീഡിയോസൊക്കെ പിടിച്ചു. പിന്നെ കുറേ സമയം നമുക്ക് അവിടെ ഊഞ്ഞാലൊക്കെ ആടണം എന്ന് പറഞ്ഞു. അവിടെയൊക്കെ കുറേ സമയം ഇരുന്നു. അങ്ങനെ ഞങ്ങൾ സാൻഡ് ബാങ്ക്സിൻ്റെ ഉൾഭാഗമൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളത് പുറത്തേക്ക് പോവാണ്. നമ്മളെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ള കാറൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ സാൻഡ് ബാങ്ക്സിൻ്റെ പുറത്ത് പറയണ്ട, ഫുൾ ഐറ്റംസ് ആണ്. ഉപ്പിലിട്ട ഐറ്റംസ് ഉണ്ട്, പിന്നെ തട്ടുകട ഐറ്റംസ് ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് കളിക്കാനുള്ള സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. സൺഡേ ആണ് ഞങ്ങൾ പോയത്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. കാരണം കുറേ ടോയ്സിനൊക്കെ പറഞ്ഞു. വീട്ടിൽ ഒരുപാട് ടോയ്സ് ഉള്ളത് കൊണ്ട് അവൾക്കൊന്നും മേടിച്ചു കൊടുത്തില്ല. അവൾ ടൂറൊക്കെ പോയി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന്, അതുകൊണ്ട് തന്നെ അവൾക്കൊന്നും മേടിച്ചു കൊടുത്തില്ല കേട്ടോ. അടിപൊളി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ സാൻഡ് ബാങ്ക്സിൽ. അപ്പോൾ സാൻഡ് ബാങ്ക്സിൽ ആരെങ്കിലും വരാത്തതായിട്ടുണ്ടെങ്കിൽ എന്തായാലും വരണം. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. കാണാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് കാണിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണുന്നവരെ ബൈ ബൈ.